കുറച്ച് ദിവസം മുന്നേ നടന്ന സംഭവമാണ്. ഹൈഡ് ഔട്ട് കിട്ടിയ ആൾ ആരാണോ ഹൈഡ് ചെയ്തത് അവരുടെ ഷോർട്സിൽ പോയി കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ ലൈവിൽ നടക്കുന്ന അത് ഇവിടെ തീരണം, വേറെ ഒരു പ്രശ്നത്തിനും പോകരുത് എന്ന് പറഞ്ഞതിൻ്റെ ഇതിൽ ആ കമൻറ്റ് അവിടെ നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്തിട്ടുള്ളൂ. അതവിടെ തീർന്നു. അത് അവരുടെ ചാനലിൽ പോയി പറയേണ്ട കാര്യമില്ല, എന്നെ മോശക്കാരിയാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ തെറ്റിദ്ധാരണ മാറ്റേണ്ടത് എൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ നെഗറ്റീവ് കമൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള രീതിയിലൊരു തെറ്റിദ്ധാരണയുണ്ട്. ആ ധാരണ അങ്ങ് മാറണം. അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഒരു 8 മാസത്തെ ഒരു ലൈവ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസിൽ നിന്നും അറിയാം, നെഗറ്റീവ് കമൻ്റ് എന്ന് പറഞ്ഞാൽ, നെഗറ്റീവ് കമൻറ്റ് വളരെ വൾഗറായിട്ടുള്ള നെഗറ്റീവ് കമൻറ്റുകൾ വരെ നേരിട്ടിട്ടുണ്ട്. ആദ്യമൊക്കെ വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ എന്താണിത്, വളരെ ഡള്ളായി പോയിട്ടുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും. പിന്നെ ആ ലൈവ് തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥ വരെ ആദ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേട്ട് വന്നപ്പോൾ നമുക്ക് ഏകദേശമൊക്കെ ഇതിൻ്റെ സംഭവങ്ങൾ മനസ്സിലായി. അവരെന്തിനാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വായിരിക്കുന്നതെന്നും 2 എണ്ണം കേൾക്കാൻ വേണ്ടിയിട്ട് കണക്കാക്കി തന്നെയാണ് ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ വരുന്നത്. അപ്പോൾ നെഗറ്റീവ് കമൻറ്റിന് ഞാൻ ബാഡായിട്ടുള്ള ഒരു റിപ്ലൈ ഞാൻ കൊടുക്കാറില്ല. ചിലപ്പോൾ എൻ്റെ മോഡറേറ്റേഴ്സ് കൊടുക്കും. അവിടെ വന്ന് നമ്മളെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നവർ ചിലപ്പോൾ ഈ വന്ന് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർക്ക് വൃത്തിയായിട്ട് കൊടുക്കും. ഞാൻ ആ കമൻറ്റ് സ്കിപ്പ് ചെയ്യും, വായിക്കാറേ ഇല്ല. അങ്ങനെയാണ് ഈ 8-9 മാസത്തോളം നമ്മുടെ ലൈവ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. പിന്നെ ഒരു സബ്സ്ക്രൈബർ, എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആണ് എന്നുള്ള ഒരു നില വെച്ച് ലൈവിൽ വരുന്ന ആരെയും വൾഗറായിട്ടുള്ള കമൻറ്റ് ഇട്ട് ബുദ്ധിമുട്ടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ടൈം ഔട്ട് അടിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരുപാട് ദിവസം നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിന്ന പലരെയും ഞാൻ ടൈം ഔട്ട് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബർ ആണ് എന്നുള്ള ഒരു പരിഗണന വെച്ച് ഒരിക്കലും ഞാൻ നെഗറ്റീവ് കമൻറ്റ് അനുവദിക്കില്ല. അപ്പോൾ ഈ നെഗറ്റീവ് കമൻറ്റ് എന്ന് പറയുമ്പോൾ ടൈം ഔട്ട്, ഹൈഡ് ഔട്ട് ഇത് രണ്ടും കൊടുക്കാം. തീരെ വൾഗർ, അമ്മ പെങ്ങന്മാർ കുട്ടികൾ കാണാൻ പോലും സാധിക്കാത്ത ഭയങ്കരമായിട്ടുള്ള വൾഗറായിട്ടുള്ള കമൻറ്റുകൾ ഉപയോഗിച്ചാൽ മാത്രമാണ് നമ്മൾ ഹൈഡ് ഔട്ട് കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ ടൈം ഔട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ ചാനലിൽ ഒരുപാട് മോഡറേറ്റേഴ്സ് ഞാൻ ഒരുപാട് പേർക്ക് കളർ കൊടുത്തിട്ടുണ്ട്. ആ കളർ കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നമ്മുടെ ലൈവിൽ വരുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നവരാണ്, നല്ല സപ്പോർട്ടുള്ളവരാണ് നമ്മുടെ ലൈവിൽ വരുന്നത്. അപ്പോൾ നമുക്ക് 10 പേരെങ്കിൽ 10 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടായിട്ട്, അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കളർ കൊടുത്തത്. അല്ലെങ്കിൽ എനിക്ക് കളർ കൊടുക്കേണ്ട കാര്യമില്ല. കമൻറ്റ് ഇട്ടിട്ട് അവിടെ പോയിട്ട് കൂട്ടാക്കാനെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നിങ്ങളുടെയും കൂടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ കളർ തന്നിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ പെർമനൻ്റ് ആയിട്ട് കളർ ഇട്ടിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളെ ഹൈഡ് ഔട്ട് ചെയ്ത് വിടാനായിട്ട് ഞാൻ ഈ കളർ ഇട്ടിരിക്കുന്നവർക്ക് ഒരു പെർമിഷനും കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ എന്നോട് ചോദിക്കണം. നിങ്ങൾക്ക് ടൈം ഔട്ട് ഹൈഡ് ഔട്ട് കൊടുക്കാൻ പാടില്ല എന്നല്ല, കൊടുക്കാം തീർച്ചയായിട്ടും. ഞാനല്ല ആദ്യം ഒരു ബാഡ് കമൻറ്റ് വന്നാൽ കാണുന്നത് ഞാനല്ല, നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൊടുക്കാം. വളരെ ബാഡായിട്ടുള്ള വേർഡാണെങ്കിൽ മാത്രം. അല്ലാതെ തമാശ രൂപേണ നമ്മൾ ലൈവാണ്, എന്തെങ്കിലും ആക്റ്റീവായിട്ടൊക്കെ എന്തെങ്കിലും പറയണം. അല്ലാതെ ചായ കുടിച്ചോ, മഴയുണ്ടോ, ഇതൊക്കെ തന്നെ പറഞ്ഞിട്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പരിചയമുള്ളവർ വരുമ്പോഴത്തേക്കും ജസ്റ്റ് തമാശ രൂപേണ പറയുന്നത്, അത് ബാഡായിട്ട് കണ്ട് ഹൈഡ് ഔട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അതിപ്പോൾ എൻ്റെ മോഡറേറ്റർ ഞാൻ കളർ തന്നിരിക്കുന്ന ആരും കൊടുക്കേണ്ട കാര്യമില്ല. വെരി ബാഡായിട്ടുള്ള കമൻറ്റ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ടൈം ഔട്ട് കൊടുത്ത് വിടാം. അല്ലെങ്കിൽ അത് ഞാൻ മാനേജ് ചെയ്തോളൂ. ഞാൻ കൂടിപ്പോയാലും 2 കമൻറ്റ് ഇടുകയുള്ളൂ. നമ്മുടെ ഈ ഇത്രയും മാസത്തെ ലൈവ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കൂടിപ്പോയാൽ 2 കമൻറ്റ് ഇടുകയുള്ളൂ ഈ ബാഡ് കമൻറ്റ് ഇടുന്നവർ. മനസ്സിലായില്ലേ? അല്ലാതെ ഞാൻ ഒരിക്കലും നെഗറ്റീവ് കമൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല. ഞാനത് സമ്മതിക്കില്ല എൻ്റെ ലൈവിൽ. അല്ലാതെ ചുമ്മാ ഒരു ഡയലോഗ് പറഞ്ഞെന്നും പറഞ്ഞ് ഞങ്ങൾ ഹൈഡ് ചെയ്ത് വിടേണ്ട കാര്യമില്ല. അപ്പോൾ പിന്നെ നെഗറ്റീവ് കമൻറ്റ് വരുമ്പോൾ എത്ര ഹൈഡ് കൊടുക്കേണ്ടി വരും? ചുമ്മാ ജസ്റ്റ് ഒരു ആ ഒരു ഡയലോഗ് പറയാം. തലയിൽ കളിമണ്ണാണോ എന്ന് ഒരു ഫ്രണ്ട് ചോദിച്ചതാണ്. തലയിൽ കളിമണ്ണാണോ എന്ന് ചോദിച്ചു. കളിമണ്ണ് എന്ന് പറഞ്ഞത് ഒരു ബാഡ് കമൻറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതൊരു പ്രയോഗം. അത് ആൾക്ക് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആൾക്ക് ബ്ലൂ ഉള്ളതാണ്. ഈ പറഞ്ഞ ആൾക്ക് ആരെയാണോ ഈ തലയിൽ കളിമണ്ണാണോ എന്ന് ചോദിച്ചത്, ആൾക്ക് അവിടെ ബ്ലൂ ഉള്ളതാണ് എൻ്റെ ചാനലിൽ. ആൾക്കത് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ആൾ ഹൈഡ് ഔട്ട് കൊടുക്കും. അല്ലെങ്കിൽ എന്നെ അങ്ങനെ പറയരുത്, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അതവിടെ തീർന്നു. അല്ലാതെ ഹൈഡ് ഔട്ടും കൊടുത്തേച്ചും ഉള്ള കാര്യം പറയുമ്പോഴത്തേക്കും പിന്നെ അവരവരുടെ സ്വന്തം ലൈവിൽ പോയിരുന്നുണ്ട് പേര് പറയാതെ തന്നെയാണ് ഞാനും പറയുന്നത്. പേര് പറയാതെ തന്നെയായിരിക്കും നിങ്ങളും അവിടെ അവരുടെ സ്വന്തം ലൈവിലും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പേര് പറയാതെ തന്നെ ഞാനും ഇതിവിടെ പറയുന്നു. കേൾക്കേണ്ടവർക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാകുമെന്ന് വിചാരിക്കും. പേര് പറഞ്ഞില്ലല്ലോ, ഞാനും പറഞ്ഞിട്ടില്ല പേര്. ഞാൻ അത് പറഞ്ഞാലും വരണ്ട. പിന്നെ ചേച്ചിയാണോ ചേട്ടനാണോ എന്ന് ചോദിച്ചത് അത്ര അപരാധമൊന്നുമല്ല. മിക്ക ഐഡികളോട് എനിക്ക് അങ്ങനെ റെസ്പെക്റ്റ്. ഇപ്പോൾ ചേട്ടാന്ന് വിളിക്കാമല്ലോ, ചേട്ടാന്ന് വിളിക്കണം, ചേച്ചി അത് ഞാൻ ചോദിക്കും. ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അല്ലാതെ ഞാനിവിടെ ഒരു കരാറും ഒന്നും എഴുതി വെച്ചിട്ടില്ല. അത് പറഞ്ഞിട്ടേ നമ്മുടെ ലൈവിൽ ഇരിക്കാവുള്ളൂ. ചേട്ടനാണോ ചേച്ചിയാണോ അത് വലിയ അപരാധമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് 29 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ് ഞാൻ. ഒരു ചേട്ടനാണോ ഒരു ചേച്ചിയാണോ ഈ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്നത് യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. അപ്പോൾ തെറ്റിദ്ധാരണ വെച്ച് ഓരോരോ ഇതുണ്ടാക്കരുത്. ഞാൻ നെഗറ്റീവ് കമൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. ദാറ്റ്സ് ഓൾ.
പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു കേസുണ്ടായിരുന്നു. സൈബർ സെല്ലിൽ കംപ്ലയിൻ്റ് ഇട്ടത് ഞാൻ തന്നെ കംപ്ലയിൻ്റ് ഇട്ടത്. എൻ്റെ ഫ്രണ്ടിൻ്റെ പേരിൽ സ്നേഹ എന്ന ഐഡിയിൽ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇട്ടതിന് കംപ്ലയിൻ്റ് ഇട്ട് അത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ടിട്ട് നല്ല സീനായിരുന്നു. അവസാനം ലൈവിൽ വന്ന് മാപ്പ് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കൂടെ അങ്ങ് കണക്ട് ചെയ്തിട്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഒരുപാട് ടാർഗറ്റ് ചെയ്ത് നെഗറ്റീവ് കമൻറ്റ് ഇട്ട് ഉപദ്രവിക്കുകയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കംപ്ലയിൻറ്റ് കൊടുക്കും. സ്പെഷ്യൽ ഡിസേബിൾഡ് ലോയാണ്, അതുകൂടി അങ്ങ് പറഞ്ഞേക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ നെഗറ്റീവ് കമൻറ്റിന് സപ്പോർട്ട് ചെയ്തതിന് എൻ്റെ സബ്സ്ക്രൈബർ ആണ് എന്നുള്ളൊരിത് നിലവെച്ച് ആരും എൻ്റെ ലൈവിൽ നെഗറ്റീവ് കമൻറ്റ് ഇടില്ല. അത് ഞാൻ അനുവദിക്കത്തില്ല. ഓക്കെ. തെറ്റിദ്ധാരണ മാറിയെന്ന് വിചാരിക്കുന്നു. മാറിയില്ലെങ്കിൽ എനിക്കിനി ഒന്നും ചെയ്യാനില്ല.